ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പൈനാപ്പിൾ പച്ചടിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് പൈനാപ്പിൾ തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഒരു പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കൂടി നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല പഴുത്ത പൈനാപ്പിൾ ആയതുകൊണ്ട് തന്നെ നല്ല മധുരമുണ്ട്. അതുകൊണ്ട് ഞാൻ പഞ്ചസാരയൊന്നും ചേർക്കുന്നില്ല. ഇതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും 1/4 ഗ്ലാസ് വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കാം. 2 വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അരപ്പ് തയ്യാറാക്കാനായി ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയതും 1/4 സ്പൂൺ കടുകും 1/4 സ്പൂൺ ജീരകവും ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇപ്പോൾ പൈനാപ്പിൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിലുള്ള വെള്ളമാണ് തേങ്ങ അരക്കാനായിട്ട് ചേർക്കുന്നത്. ഈ വെള്ളം ഉപയോഗിച്ച് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. നന്നായി അരച്ചെടുത്ത തേങ്ങ നമുക്ക് പൈനാപ്പിളിലേക്ക് ചേർക്കാം. 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതിയാകും. ചൂടാറിയതിന് ശേഷം മാത്രമേ തൈര് ചേർക്കാവൂ. നല്ല പുളിയുള്ള തൈര് വേണം ചേർക്കാൻ. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ തൈരാണ് ചേർക്കുന്നത്. ഇനിയൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് താളിച്ചെടുക്കാം. അതിനായിട്ട് വെളിച്ചെണ്ണയും കടുകും കറിവേപ്പിലയുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല സ്വാദിഷ്ടമായ പൈനാപ്പിൾ പച്ചടി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുമല്ലോ. താങ്ക് യു.